ഹലോ ഗേസ്, ആമി ഇവിടെ നല്ല സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട്. ഇത് ആരാ മേക്കപ്പ് ചെയ്തത്? ഓ മൈ ഗോഡ്, ഇത് എങ്ങനെ ചെയ്തത് ഈ മേക്കപ്പ്? എങ്ങനെ ഈ മേക്കപ്പ് ചെയ്തത്? പൂച്ചയാണോ ചെയ്തത്? അപ്പൊ കഥ ഇതാണ് ഗൈസ്, ഞാനില്ലാത്ത നേരത്തെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തത്. പല്ല് കാണിച്ചു കൊടുക്ക് കുട്ടാ, പല്ല് കാണിച്ചു കൊടുക്ക്. വേണ്ട, പല്ലിലും ഉണ്ട് കേട്ടോ. വേണ്ട, ചുണ്ട് കാണിച്ചു കൊടുക്ക്, ചുണ്ട് കാണിച്ചു കൊടുക്ക്. ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു കൊടുക്ക്, കാണിച്ചു കൊടുക്കങ്ങട്. ലിപ്സ്റ്റിക്. സ്മൈൽ, വാട്ട് എ സ്മൈൽ. സുന്ദരിയായോ? സുന്ദരിയായോ? അങ്ങനെ നമ്മൾ വൈകിട്ടേക്കുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. കപ്പയും മീൻകറിയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ മത്തിക്കറിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. പക്ഷെ നമുക്ക് മത്തി കിട്ടാത്തതുകൊണ്ട് നമ്മൾ അയില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാട്ടോ അയിലയുടെ പരുവം. കുഞ്ഞാണ്, നല്ല രസമുണ്ടാവും. കുഞ്ഞയിലേക്ക് നല്ല ടേസ്റ്റാട്ടോ. എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാനത് നല്ല നന്നാക്കാനൊക്കെ തുടങ്ങി. കത്രിക വെച്ചിട്ടാട്ടോ എനിക്ക് എളുപ്പം, അതുകൊണ്ട് കത്രിക തന്നെ മതി. പിന്നെ മീനൊക്കെ റെഡിയായി. അപ്പോൾ ഇത് പകുതിയാണ്. കുറച്ച് പൊരിക്കണം, കുറച്ച് കറി വയ്ക്കണം. അപ്പോൾ പൊരിക്കാനുള്ളതൊക്കെ നന്നായിട്ട് വരട്ടിട്ട് മസാല കൂട്ടുകയാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് പെരുംജീരകം ഇടും, ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരിവേപ്പിൻ്റെലയും കൂടി ചതച്ചിട്ട്. അതാണ് ഇപ്പോൾ ഈ മസാലയിൽ എക്സ്ട്രാ ഇടുന്ന സംഭവം. അതൊന്ന് കായം തേച്ച് വെച്ചു. ശേഷം കുറച്ച് നേരം വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് എണ്ണയും കൂടി തേച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിക്കാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ പുളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മീൻ കായം തേച്ച ചട്ടി തന്നെയാണ്. അതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉലുവ, ജീരകമൊക്കെ ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു. എനിക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ കാണുന്നത് വലിയ ഇഷ്ടമല്ല, അപ്പം ഞാൻ എപ്പോഴും അത് ജാറിലിട്ട് അടിച്ചിട്ടാണ് ചെയ്യാറ്. ശേഷം ഉപ്പ്, മഞ്ഞൾ, മുളകൊക്കെ ഇട്ടുങ്ങാണ്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കലക്കി കൂട്ടി അടുപ്പത്താട്ട വെച്ചത്. അങ്ങനെ ഇവിടെ മീൻ പൊരിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാന്തൾ വാങ്ങിയത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. കപ്പ റെഡിയായി, മീൻകറി ഇവിടെ തിളച്ച് മറിയാണ്. അതിലേക്ക് മീനൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ട്. മീൻ പൊരിക്കലും കഴിഞ്ഞു. മീൻ കറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ സുധിക്ക് ഇടിയപ്പം വേണ്ടത് ഇടിയപ്പം ഉണ്ടാക്കി. അങ്ങനെ ആമിക്കുട്ടി കേട്ടോ ആദ്യം കഴിക്കാൻ പോകുന്നത്. അവൾക്ക് ഇടിയപ്പം ആദ്യം ഒന്ന് കൊടുത്തു. പിന്നെ അവൾക്ക് എരിവ് വേണ്ടാത്ത ഒരാളായതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പയും കൊടുത്തു. പിന്നെ മീൻ അവൾക്ക് ഞാൻ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരെണ്ണം തന്നെ ധാരാളം, അതും കൂടി കൊടുത്തു കേട്ടോ. അത് കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. ഈ ഫുഡും വെച്ചിട്ട് അവൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. അതിങ്ങനെ നമ്മൾ നോക്കി നിൽക്കുക. അവൾക്ക് ഇഷ്ടമായിട്ടോ ഇങ്ങനെ കുറേ നേരം ഫുഡ് ഇരുന്ന് കഴിക്കുന്നത്. കുട്ടി എങ്ങനെയുണ്ടടാ? രസമുണ്ടോ? മീൻ ഇഷ്ടമായോ? അമ്മ മുറിച്ചിട്ടെന്നാ കുഞ്ഞിന്. അതാ ഇത് കഴിച്ചു നോക്ക്. സൂപ്പറാ, സൂപ്പറാ. ഞാൻ കുഞ്ഞിന് കുറച്ച് കപ്പ വെച്ചിട്ടെ. അത് കഴിച്ചു നോക്കിയിട്ട് പറയണേ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? മീൻ അമ്മ മുറിച്ചിട്ടാ കേട്ടോ. മീൻ കറി വേണോ? ഓക്കെ. ഇടിയപ്പം കഴിച്ചു നോക്ക്. ഇത് കഴിച്ചു നോക്ക്. മീൻ മാത്രം കഴിക്കരുത് കേട്ടോ. ഇത് കഴിച്ചു നോക്ക്. അപ്പം കഴിച്ചു നോക്ക്. ടേസ്റ്റ് നോക്കാണ്. ഓക്കെ, നോക്ക് ടേസ്റ്റ്. എന്നാ നോക്കിയിട്ട് പറയൂ. ഇടിയപ്പം കൂടി പറയൂ വേഗം എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാമോ? ഓക്കേ. അപ്പോൾ അടുത്തതിൻ്റെ ടേൺ ആട്ടോ. ഞാനിത് കുറച്ച് നൂൽപുട്ടിലേക്ക് കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ടേസ്റ്റ് വെക്കാൻ വിചാരിച്ചു. നൂൽപുട്ട് ഉണ്ടാക്കിയത് സുധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് ടേസ്റ്റ് വെക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. ആമിക്കുട്ടി ഇവിടെ ടി വിയിലേക്ക് നോക്കിയിരുന്നിട്ട് പാത്രം മുന്നിലിരിക്കുന്നുണ്ട്. പക്ഷെ കഴിപ്പൊക്കെ കുറവാട്ടോ. ആ മീൻ മാത്രം കഴിക്കുകയുള്ളൂ. അപ്പോൾ മീൻകറി അതിലേക്ക് ഒഴിച്ചു. നല്ല കട്ടിയുണ്ട് കേട്ടോ മീൻകറി. ആദ്യം വിചാരിച്ചിരുന്നു കട്ടി വേണമെന്ന്. അതിലേക്ക് ഒരു മീനൊക്കെ വെച്ചിട്ട് ഒരു ഉരുള നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. സുധി ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെയാണ് കേട്ടോ, രസമുണ്ട്. പിന്നെ ഞാൻ കപ്പയിലേക്ക് പോയിട്ട് കപ്പയും മീൻ കറിയും എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവമുള്ള ഈ കപ്പയും മീൻ കറിയും.
എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് നല്ല വെന്ത കപ്പയാട്ടോ എനിക്കിഷ്ടം, വേവാത്ത കപ്പ ഇഷ്ടമല്ല. അപ്പോൾ അതിലേക്ക് നല്ല മീനൊക്കെ വെച്ചിട്ട് അതും നോക്കി. ഇതിലേക്ക് കുഞ്ഞമ്മത്തിയുടെ കറിയാണെന്നെങ്കിൽ ഒന്നുകൂടി പൊളിക്കും കേട്ടോ. പക്ഷേ ഇത് അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. ആമിക്കുട്ടി അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, അപ്പോൾ അവൾക്കുള്ള എക്സ്പ്രഷനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്. തലവേദനയ്ക്ക് ലേശം മരുന്നൊക്കെ പറ്റിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ മണടിച്ചാൽ എനിക്ക് ഉറക്കം വരുള്ളൂ, അങ്ങനെ ഒരു പ്രത്യേക ഒരു അസുഖമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ ഒന്നുള്ളൂ കേട്ടോ. ബൈ.